അത് എന്റെ ഒരു ക്യാരക്ടറിന്റെ പ്രശ്നമായിരിക്കാം. എനിക്ക് ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ ഏതാണ്ടൊക്കെ ഒരു മീറ്റർ നമ്മളായിട്ട് ഒരു വൈബ് കണക്ഷൻ വരുമ്പോഴാണ് ഞാൻ കൂടുതലും ആളുടെ അടുത്ത് സംസാരിക്കുക. പക്ഷെ എനിക്ക് ജാസ്മിന്റെ അടുത്ത് ആ ഒരു കണക്ഷൻ വന്നിട്ടില്ല. പക്ഷെ ഗബ്രിയുടെ അടുത്ത് ഞാൻ കുറെ നേരം സംസാരിച്ചിരുന്നു. കാരണം ഗബ്രി അല്ലാതെ ഇരിക്കുമ്പോൾ ഗബ്രിയുടെ കുറെ വർത്താനങ്ങളും കാര്യങ്ങളും കുറെ നേരം പാട്ട് പാടുന്നതൊക്കെ അത് നൈസായിരുന്നു പരിപാടി. അപ്പൊ ആ സമയത്തും ഇപ്പോ ഗബ്രി എന്നോട് പ്രാവശ്യം ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. അതായത് പൂജ എനിക്ക് അവളായിട്ടൊരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്, അത് ഇല്ലാന്ന് ഞാൻ പറയില്ല. ബിക്കോസ് അവിടെ അത് അത് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ആ ഒരു പരിപാടി. അതായത് ഇപ്പൊ നമ്മൾ ആ ഹൗസിനുള്ളിൽ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ പുറത്തത്തെ ലോകമായിട്ടുള്ള കംപ്ലീറ്റ് മെമ്മറി നമ്മുടെ കട്ടാവും. അത് എങ്ങനെ കട്ടാവണമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഒന്നും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവില്ല. ദാറ്റ് ഇസ് എ ഫാക്ട്. അത് എനിക്ക് മാത്രമല്ല ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലായപ്പോഴാണ് സമാധാനമായത്. കാരണം ലിറ്ററലി ഞാൻ ഒരു ദിവസം ഭയങ്കര വിഷമിച്ചിട്ട് വിഷമം വന്നു. കാരണം എന്റെ പാർട്ട്ണറിന്റെയോ ഇപ്പൊ നിന്റെയോ അമ്മയുടെ അച്ഛന്റെയോ ഫ്രണ്ട്സിന്റെ ഒന്നും ഫേസ് എനിക്ക് ഓർമ്മ വരുന്നില്ല. കേറിയിട്ട് എത്ര 2-3 ഡേയ്സിനുള്ളിൽ എനിക്ക് ഓർമ്മ വരുന്നില്ല. ഫേസ് ഓർമ്മ വരുന്നില്ല, വോയിസ് ഓർമ്മ വരുന്നില്ല, പിന്നെ ഡ്രീംസ് കാണില്ല നമ്മള്. എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ഞാൻ അതിങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കണം. നേരത്തേക്ക് എന്റെ കണ്ണ് നിറയുന്നുണ്ട്. ഞാൻ കുറെ നേരമായിട്ട് ട്രൈ ചെയ്യാ, നിങ്ങളുടെ ആരും ഫേസ് ഓർമ്മയില്ല. അപ്പൊ ഋഷി വന്നിട്ട് ചോദിച്ചാൽ എന്തേലും പറഞ്ഞാ ഇത്ര പറഞ്ഞോടാ എനിക്ക് ഫേസ് ഓർമ്മ വരുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ഋഷി പറഞ്ഞോടാ അതിവിടെ എല്ലാവർക്കും ഉള്ളതാണ്, നീ ബാത്റൂം പോയിട്ടൊന്ന് കരഞ്ഞിട്ട് ഓക്കെ ആയിട്ട് വന്നോ. അപ്പോഴാണ് ഞാനിത് എല്ലാവർക്കും ഉള്ള പരിപാടി. അപ്പൊ സോ നമുക്ക് പുറത്തുനിന്നുള്ള പരിപാടി നമ്മൾ കംപ്ലീറ്റ്ലി നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ കട്ടാവും. കാരണം നമ്മൾ അവിടെ ഭയങ്കര ആക്റ്റീവ് ആകും. കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്, കുറെ പരിപാടികളുണ്ട്, കുറെ ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ നമ്മളായിട്ട് കറക്റ്റ് എന്തെങ്കിലും വൈബ് ഉള്ള ഒരാളായിട്ട് നമ്മൾ കണക്ഷൻ വരും. ഇപ്പൊ എനിക്ക് സിബിന്റെ അടുത്ത് അങ്ങനെയായിരുന്നു. സിബിന്റെ തമാശകൾ അല്ലെങ്കിൽ സിബിന്റെ കൗണ്ടേഴ്സ് ചില സമയത്ത് എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാലൊക്കെ സിബിന്റെ അടുത്ത് സംസാരിക്കില്ല. എനിക്ക് ആ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് അവനും ജാസ്മിന്റെ അടുത്ത് ഒരു കണക്ഷൻ വന്നു. പക്ഷേ ഇപ്പോ ഇവിടുത്തെ ഓരോ രീതികളിലേക്ക് നമ്മളെ മാറ്റുന്നതും അതായത് ചിലപ്പോ ഓരോ ടാസ്ക് ബേസിലായാലും അല്ലെങ്കിൽ ഓരോ രീതിയിലേക്കും നമ്മൾ ആ ക്യാരക്ടറിലേക്ക് അവരായിട്ട് തന്നെ നമ്മൾ മാറ്റും. ആൻഡ് വി ആർ പ്ലേയിങ് അലോങ് വിത്ത് ദാറ്റ് എന്നുള്ള ഒരു സാധനത്തിൽ അവന് പറയണ ഈ പരിപാടി ഇങ്ങനെയാന്ന് എനിക്ക് അറിയാം. കാരണം നമ്മളും ഇതിന്റെ അവരും അതായത് നമ്മളും ഇതിന്റെ ഒരു പാർട്ടിൽ അഭിനയിച്ചേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥ എന്നുള്ള രീതിക്ക് അവനോട് സംസാരിച്ചപ്പോ ഐ ഫെൽറ്റ് ഓക്കെ. കാരണം അവനറിയാം എന്താണ് ഏതാണ്. പക്ഷെ ഈസ് ആക്ച്വലി നൈസ് ഗായ്. ഞാൻ പറഞ്ഞു അവൻ്റെ അടുത്ത് കുറച്ച് ഈഗോ പരിപാടി ഒക്കെ ഉണ്ട് അവന് ഭയങ്കര. അവൻ എപ്പോഴും അവൻ സത്യം പറഞ്ഞ കുറച്ച് SP ഒക്കെയാണ്. പിന്നെ അവൻ അതാണ് അവൻ ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറയും. പക്ഷെ കേട്ടിരിക്കാൻ രസമാണ്. അവൻ കുറച്ച് ഈഗോ പരിപാടി ഉണ്ടെങ്കിലും പക്ഷെ അവൻ ഒരു നൈസ് പയ്യനാണെന്ന് ഞാൻ പറയാം. അതെ, പറഞ്ഞു സിബിനായിട്ട് പൂജാപ്പിക്ക് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. പൂജാപ്പിക്കല്ല, പൂജയ്ക്ക്. സിബിനായിട്ട് പൂജയ്ക്ക് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ പുറത്ത് കുറച്ച് കമന്റ്സ് വന്നായിരുന്നു, വാലായിട്ട് നടക്കും എന്നുള്ളത്. അത് അങ്ങനെ വാലായിട്ട് നടന്ന പോലെ പൂജയ്ക്ക് തോന്നുന്നുണ്ടോ സ്വയം അതിന്റെ ഉള്ളിൽ പോയിട്ട്? ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം